100 പേരോളം കൊല്ലപ്പെട്ടു. 100 പേരെ കൊന്ന ഒരുത്തനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗ്രൂപ്പ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ഡോക്ടർ പ്രതാപ് കുമാർ എന്നു പറയുന്ന ആൾ. മെഡിട്രീന ഹോസ്പിറ്റലിൻ്റെ അയാൾക്കെതിരെ BJP ഗവൺമെൻറ് തന്നെ ഹരിയാനയിൽ FIR എടുത്തതിൻ്റെ തെളിവാണിത്. ഇത് എങ്ങനെ എൻ്റെ ആരോപണമാകും? ഇയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇത് ഇവിടുത്തെ ബാക്കി UDFും LDFും പറയേണ്ടതായിരുന്നു എന്ന് ഞാൻ മുമ്പും പറഞ്ഞു. പക്ഷെ അവരാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. 12ഓളം വരുന്ന കൗൺസിലേഴ്സ് യഥാർത്ഥ RSSകാരെ കഷ്ടപ്പെട്ട് വിജയിച്ച് ചരിത്രമുണ്ടാക്കിയ ഒരു സ്ഥലമാണ് കൊല്ലം. അവിടെ 13 സീറ്റാണ് CPMനുള്ളത്, 12 സീറ്റാണ് BJPക്കുള്ളത്. ഇതേ ഫസ്റ്റ് കിടക്കുന്ന പേര് ഡോക്ടർ N. പ്രതാപ് കുമാർ. ഈ സാധനം ഞാൻ നിങ്ങളുടെ മുന്നിൽ തരാണ്. എൻ്റെ കോപ്പീസ് എല്ലാം നിങ്ങൾക്ക് തരാം. 18 വർഷം MP ആയിട്ട് നിന്ന ഇയാൾ എന്ത് വികസനം ചെയ്തു? ഇയാളുടെ ಕೋರ್ಮಂಗಲ, ഞാൻ താമസിക്കുന്ന HSRലാണ്. ನೀವೆಲ್ಲ ಸ್ವಲ್ಪ ಅಲ್ಲಿ ಬರಬೇಕು, ಅಲ್ಲಿ ಬಂದು ನೋಡಿ അവൻ യഥാവത് ಕೆಲಸ ಮಾಡಿ ಎಲ್ಲ ನೋಡಿ. ഇവൻ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ രാജീവ് ചന്ദ്രശേഖരൻ ഈ അങ്കിൾ ബൺ വീണ്ടും ഞാൻ പറയുന്നു, ഈ അങ്കിൾ ബൺ എന്ത് കോൺട്രിബ്യൂഷനാണ് നമുക്ക് ചെയ്തത്?